എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു നാടൻ പലഹാരമാണ്, ഒരു ഉണ്ടയാണിത്. കാഷ്നട്ട് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഉണ്ടയാണ്. അപ്പോൾ കശുവണ്ടി ഉണ്ടയാണ്. ഈ ഉണ്ടയെ പലരും പല പേരിലാണ് അറിയപ്പെടുന്നത്. കശുവണ്ടി ഉണ്ട എന്ന് പറയാറുണ്ട്, അരിയുണ്ട എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു ഉണ്ടയാണിത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നട്ട്സ് 150 ഗ്രാം നട്ട്സാണ് എടുത്തിരിക്കുന്നത്. നട്ട്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. എണ്ണയൊന്നുമില്ല, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് സാധാരണ ഉണ്ടാക്കുന്ന ഫ്രഷ് കശുവണ്ടി ആ ചുട്ടിട്ടുള്ള കശുവണ്ടിയും കൂടെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇങ്ങനെ വറുക്കുമ്പോൾ നമുക്ക് ആ കശുവണ്ടി ചുട്ടതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. ഈ പാകമാകുമ്പോൾ നമുക്കത് തീ ഓഫ് ചെയ്തിട്ട് നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി വേണ്ടത് മട്ടയരിയാണ്. ഞാൻ 1 കപ്പ് മട്ടയരി നല്ലതുപോലെ കഴുകി അതിൻ്റെ വെള്ളമെല്ലാം നല്ലതുപോലെ പോയ ശേഷം അരി നല്ലതുപോലെ വറുത്തെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരി ഉണ്ടയാണ്. നമ്മളിത് കഴിക്കുമ്പോൾ അവർക്ക് ഒരെണ്ണം കഴിച്ചിട്ട് ഇപ്പോൾ നിർത്താമെന്ന് ഓർത്താലും നമ്മൾ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി അടുത്തത് എടുക്കുക. അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരി ഉണ്ടയാണിത്. കാഷ്നട്ടും അരിയും കൂടി ചേർന്നിട്ടുള്ള ഉണ്ടയാണിത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നാടൻ പലഹാരം ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഉണ്ടയാണിത്. അപ്പോൾ അങ്ങനെ അരിയും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തണുക്കണം കേട്ടോ. തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ തേങ്ങ ഞാൻ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങയും ചെറുതായിട്ടൊന്ന് അതിൻ്റെ വെള്ളമയം ഒന്ന് പോകണം. 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇത് അധിക ദിവസം ഇരിക്കില്ല. അപ്പോൾ തേങ്ങ വറുത്ത് വെച്ചാൽ 2-3 ദിവസം കൂടിയിട്ട് ഒന്ന് ലാസ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ വെള്ളം ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ വെള്ളമായി ഒന്ന് മാറ്റുന്നത്. തേങ്ങ അതേപോലെ തന്നെ ചൂടാക്കി മാറ്റി വയ്ക്കണം, ഒന്ന് തണുക്കണം. ഇനി ഞാൻ ആ കാഷ്നട്ടും അരിയെല്ലാം പൊടിക്കണം. ആദ്യം അരി നല്ലതുപോലെ ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുത്തിട്ട് കാഷ്നട്ടും പൊടിച്ച്, അപ്പോൾ അങ്ങനെ എല്ലാം ഞാൻ ഫുൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ തിരിച്ച് ആ മിക്സിലേക്ക് തന്നെ നമ്മൾ ആ പൊടിച്ചെടുത്ത കാഷ്നട്ടും അരിയും കൂടി തിരിച്ചിടുവാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ശർക്കരയാണ്. ഗ്രേറ്റ് ചെയ്ത ശർക്കര 1/2 കപ്പ് മുതൽ 1 കപ്പ്, അത് ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് ചേർക്കാം. കുറച്ച് ശർക്കരയും ചേർത്തു. പിന്നെ നമ്മൾ ആ വറുത്ത് വെച്ച തേങ്ങയും ഇത്രയും ചേർത്ത് ഒന്നും കൂടെ മിക്സിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടും. അപ്പോൾ നമുക്ക് കുഴച്ച് നല്ലപോലെ ഉരുട്ടാനുള്ള പാകത്തിനായിട്ട് കിട്ടും. അത് നമുക്ക് ആ പാത്രത്തിൻ്റെ സൈഡിലേക്ക് തന്നെ തിരിച്ചിടാം. വീണ്ടും ബാക്കിയുള്ള അരിയും കാഷ്നട്ടിൻ്റെയും പൊടി തിരിച്ച് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് വീതം മിക്സിലിട്ട് തേങ്ങയും ശർക്കരയും ഈ പൊടിയെല്ലാം കൂടെ കുറച്ച് വീതം മിക്സിലിട്ട് അരച്ചെടുക്കണം. അല്ലെങ്കിൽ എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് മിക്സിലിട്ട് നല്ലതുപോലെ അരയ്ക്കാൻ പറ്റില്ല. ശർക്കര ആദ്യം 1/2 കപ്പ് ചേർക്ക്. പിന്നെ വേണമെന്ന് ഉണ്ടെങ്കിൽ മാത്രം ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് കുറച്ച് കൂട്ടി ചേർക്കാവുന്നതാണ്. അപ്പോൾ അതെല്ലാം ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈയും കൊണ്ട് നല്ലതുപോലെ കുഴയ്ക്കണം. ഇപ്പോൾ ആ അരി വറുത്തതിൻ്റെയൊക്കെ മണം നല്ലതുപോലെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നല്ല കറക്റ്റ് പാകമാണ്. ഇനി നമ്മൾ ഉണ്ട വെട്ടി എടുക്കണം. ഓരോരോ ഉരുളകൾ ഈക്വലായിട്ട് എടുക്കണം. ഈ അളവിൽ നിന്ന് എനിക്ക് 12 ഉണ്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല എളുപ്പമാണ്. ഇപ്പോൾ നട്ട്സും തേങ്ങയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണിത്. അങ്ങനെ കശുവണ്ടി ഉണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.